ഹൈഡ്രോളിക് ഡൺ പുള്ളറിൻ്റെ പുഷ്റാമാണ് ഇത്. നമ്മുടെ റിനുവാഷോൻ ചെങ്ങന്നൂരിലുള്ള റിനുവാഷോൻ അന്ന് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ സർവീസിന് എടുത്തതാണ്. ഇതിന് പുള്ളി പറഞ്ഞ കംപ്ലയിൻറ്റ്, ഇതിന് പുഷുണ്ട്, പക്ഷേ ഇത് റിട്ടേൺ വരാൻ വളരെയധികം ബുദ്ധിമുട്ട്, ചിലപ്പോൾ റിട്ടേൺ വരാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ സർവീസ് ചെയ്തുകൊണ്ട് സീലൊക്കെ പുതിയതായതുകൊണ്ട് റിട്ടേണിങ് കുറച്ച് കുറവായിട്ടാണ് വരുന്നത്. അത് സീലിൻ്റെ ആ സീറ്റിങ് കറക്റ്റ് ആവുന്നതനുസരിച്ചിട്ട് സ്പീഡ് കൂടും. ഇതിപ്പോൾ നമ്മൾ ഇത് ഈ പുള്ളിക്ക് അയച്ചു കൊടുക്കുകയും പുള്ളി ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു റിവ്യൂ കഴിഞ്ഞ ദിവസം കിട്ടിയത്, നേരത്തെ പമ്പ് ചെയ്തിരുന്നപ്പോൾ 10-15 പ്ലഞ്ചും കൊണ്ട് അത് വർക്കാവുന്നതായിരുന്നു. ഇപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്തപ്പോൾ 2 തരത്തിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ന്യൂമാറ്റിക് പമ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈഡ്രോ ന്യൂമാറ്റിക് വെച്ചിട്ട്. അതേപോലെ തന്നെ സാധാരണ പ്ലഞ്ചർ ടൈപ്പ് പമ്പ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്തു ഹൈഡ്രോളിക്ക്. അപ്പോൾ അതിൽ നമുക്ക് സ്പീഡ് കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ വല്ല എയർ ബ്ലോക്കോ അങ്ങനെ എന്തോ ആയിരിക്കാം. പുള്ളിയുടെ അടുത്ത് ചെക്ക് ചെയ്തിട്ടൊരു വീഡിയോ എടുത്ത് അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരക്കായതുകൊണ്ട് അത് പുള്ളി ചെയ്തിട്ടില്ല. എന്തിനും നമ്മൾ ഇത്തരം ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പയറിന് വിടുമ്പോൾ നമ്മളത് റാമിന് മാത്രമേ ഉള്ളൂ എന്ന് പുള്ളി പറഞ്ഞതിൻ്റെ പേരിൽ റാം മാത്രം എടുത്തത്. പമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പോൾ എപ്പോഴും ഒരുമിച്ച് കൊടുത്തു വിടുന്നതായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് കാലതാമസം ഒഴിവാക്കാൻ നല്ലത്.